ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഈ ഇരുമ്പുളി വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ ഇരുമ്പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ നല്ലപോലെ ഒന്ന് തിളച്ച് ഇതായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അധികം കുറേ നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഇതേപോലെ മിക്സിയുടെ ജാറെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ വെച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൈയോടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒറ്റയടിക്ക് എന്തായാലും അരച്ചെടുക്കാൻ പറ്റില്ല. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/4 കപ്പ് ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലപോലെ പതഞ്ഞ് കുറച്ചധികം നിലത്ത് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നമുക്ക് ഈ പതയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഈ ലിക്വിഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്കൊരു പത വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇത്രയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മീനൊക്കെ വെക്കുന്നൊരു പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നല്ലപോലെ തന്നെ കറ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ലിക്വിഡ് ഒരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടാണ് ഞാൻ ഉരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഉറക്കുന്നതിനനുസരിച്ച് അവിടെ കളർ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്തപ്പോൾ നല്ലപോലെ റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ സ്പോഞ്ച് കൊണ്ട് ഉരയ്ക്കുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുമല്ല നമ്മുടെ കമ്പിച്ചകിരി എന്നൊക്കെ പറയില്ലേ, സ്ക്രബ്, അതൊക്കെ ഇട്ട് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കായി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ സ്പോഞ്ച് കൊണ്ട് ഉരച്ച് കാണിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യം ഉണ്ടായ പോലെയല്ല, നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്ന് തുടച്ച് കാണിച്ചു തരാം. കഴുകില്ല, തുടച്ചൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മാറ്റം വന്നിട്ട് ആദ്യം ഉണ്ടായ പോലെ അല്ല ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലിക്വിഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ വാഷ് ബേസൊക്കെ കഴുകിയപ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.